മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ അവസാനിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരുടെ ജീവനെടുത്ത ഓരോ ഭീകരരെയും തിരഞ്ഞുപിടിച്ച് വധിക്കാനുള്ള തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് 3 ഭീകരരെ സൈന്യം വധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് സൈന്യത്തിന്റെ അറിയിപ്പ്. ജമ്മു കാശ്മീരിലെ ദിഗ്ബാസിലായിരുന്നു ഈ ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം ഈ മേഖലയിൽ ശക്തമായ പരിശോധന നടത്തുകയും ഏറ്റുമുട്ടലിലേക്ക് പോവുകയും ചെയ്തത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് പുതിയ സൈനിക ഓപ്പറേഷൻ നടന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദജ്ജിഗാം ദേശീയ ഉദ്യാനത്തിന് സമീപത്തുള്ള ഹർവാൻ മേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ഏറ്റുമുട്ടൽ നടന്നതിന്റെ ഔദ്യോഗിക വിവരങ്ങളാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നത്. ഓപ്പറേഷൻ പിന്തുണ നൽകുന്നതിനായി കൂടുതൽ സൈനികരെ സ്ഥലത്തേക്ക് അയച്ചതായാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. പഹൽഗാമിൽ ഏപ്രിൽ 22-ന് 27 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ സുരക്ഷാ സേന വലിയ തോതിലുള്ള ഓപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അന്ന് ആക്രമണം നടത്തിയ ഭീകരരാണ് മരണപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട 3 ഭീകരർക്ക് പഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളികൾ ഉൾപ്പെടെ 27 പേർ മരണപ്പെട്ട സംഭവം ഓരോ ഇന്ത്യക്കാരനും എപ്പോഴും ഓർമ്മയുണ്ടാകുന്ന ഒരു വിഷയമാണ്. കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ എൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മലയാളികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 20 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ദക്ഷിണ കാശ്മീരിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ വെച്ചാണ് രാജ്യത്തെ നടുക്കിയിട്ടുള്ള ആ ഒരു ആക്രമണം ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയിട്ടുള്ള ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുയർക്കുകയായിരുന്നു. ഇതിനുശേഷം തിരിച്ചടി എന്നോണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് നൽകുകയും അവസാനം പാകിസ്ഥാൻ പേടിച്ച് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതോടെയാണ് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ ജനങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഓരോ തീവ്രവാദികളും തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ചിരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വധിച്ചിരിക്കുന്ന 3 ഭീകരരുടെ മരണവാർത്ത എന്നുള്ളത്. ഇന്ത്യൻ മണ്ണിലുണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം അന്ന് രംഗത്ത് വന്നത് ഇപ്പോൾ ജനങ്ങൾ ഓർത്തെടുക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഉധംപൂർ ആസ്ഥാനമായുള്ള നോർത്തേൺ കമാൻഡിലെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്കെതിരായ ഭീകരത തുടരുന്നത് അനുവദിക്കില്ല എന്നും അതിലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നും നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും അദ്ദേഹത്തിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണവും പാകിസ്ഥാന് വിനാശം മാത്രമാണ് കൊണ്ടെത്തിക്കുക. തീവ്രവാദത്തിനെതിരെ ഏത് തരത്തിൽ നടപടിയും സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തിന് നേരെയുള്ള ആക്രമണം കൂടിയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ച ഏറ്റവും വലിയ നടപടിയാണ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏപ്രിൽ 22-നാണ് 26ഓളം പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മറുപടി എന്നോണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. മെയ് 6-7 ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളാണ് അന്ന് ആക്രമിച്ചത്. ഇതിന് തിരിച്ചടി എന്നോണം മെയ് 7-8 തീയതികളിൽ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർതല, ജലന്ധർ, ലുധിയാന, ആദംപൂർ,
കാൺപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, അതുപോലെ തന്നെ നാൽ, ഫലോഡി, ഉത്തരാലൈ, ഭുജ് എന്നിവിടെ ഉൾപ്പെടെയുള്ള വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമം അടക്കം നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ US ഗ്രിഡും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇവയെ നിർവീര്യമാക്കിയതും ഏറെ ശ്രദ്ധേയമായതാണ്. പാക് വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ തകർത്താണ് പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന്റെ സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ആ ഒരു ഭീകര പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഓരോ പദ്ധതികളും കൃത്യമായി ആ ഒരു സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് എല്ലാം നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം കാവലായി നിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായിട്ട് 3 ഭീകരരെ കൊല്ലപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ്. എന്തായാലും അവിടെ പരിശോധനകളും പ്രതിരോധവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം.